മൂന്നാമത്തെ പോയിന്റാണ് ഡിഫെൻസ്. അതായത് നമുക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റിനെ നമ്മൾ ഓവർകം ചെയ്തത് ദേഷ്യത്തിലൂടെ ആയിരിക്കും. ഓക്കെ. അത് വേറൊരാളുടെ തലയ്ക്ക് വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു കമ്പനിയിൽ ഞാൻ അവിടുത്തെ സോഫ്റ്റ്വെയറിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ അത് ലോക്കാവും. പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഹെഡ് ഓഫീസിൽ വിളിച്ച് സംസാരിക്കണം. അപ്പോൾ ഞാൻ അവിടുത്തെ ഹെഡ് ഓഫീസിൽ ഇൻചാർജിനെ വിളിക്കുകയാണ്, അതായത് ഇതുപോലെ ട്രാൻസാക്ഷൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഫോൺ എടുത്തു. ഹലോ എന്താ എന്ന് വെച്ച്, ഒരു മിനിറ്റ് ഇപ്പോൾ വിളിക്കാട്ടോ എന്ന് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചു തന്നെ. വിളിച്ചിട്ട് നീ ആരാ നീ എന്ന് വെച്ച്, ഞാൻ ചേട്ടാ നേരത്തെ പറഞ്ഞില്ലേ നിന്നെ ബ്രാഞ്ചിലെ അക്കൗണ്ടൻ്റാണ്. നീ എന്നെ വിളിച്ചിട്ട് നീ കാരണം എൻ്റെ ലൈസൻസ് കട്ടായി, സസ്പെൻഡായി, എനിക്ക് മറ്റേ ഫൈനും അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചേട്ടാ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നോടാരെ ഫോൺ വിളിക്കാൻ പറഞ്ഞു. ചേട്ടാ എനിക്കറിയോ ചേട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ലെന്ന് ചേട്ടനറിയാം, കാരണം റൂൾ അതാണ്. അത് എനിക്കാണോ അറിയാം. അപ്പോൾ ചേട്ടൻ കട്ട് ചെയ്യല്ലേ ചെയ്യണ്ടേ. ഫോൺ എടുത്തിട്ട് ഞാനാണ് റീസൺ എന്ന് പറയുന്നത് എങ്ങനെ? അതായത് ആ വ്യക്തി എൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കുകയാണ്, അയാളുടെ മിസ്റ്റേക്ക്, അയാളുടെ ഒരു മിസ്റ്റേക്ക് നിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് ഡിഫൻസ് മെത്തേഡ് എന്ന് പറയുന്നത്.